ഹലോ, എക്സ്ട്രാ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ സാരീസും നേരത്തെ നമ്മൾ വീഡിയോസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പാറ്റേൺസ് തന്നെയാണ്. ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഡിസൈൻസിലൊക്കെ ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. അപ്പം നേരത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ഷെയ്ഡ്സും ഒന്നും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടില്ല. ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്ത കുറച്ച് കളേഴ്സുകളുടെ കുറച്ച് പാറ്റേൺസ്, അത് റാൻഡം ആയിട്ടുള്ള സാരീസ് ആണ്. പല മെറ്റീരിയലുണ്ട്, കോട്ട മെറ്റീരിയൽ, ചന്തേരി മെറ്റീരിയൽ, അതുപോലെ നെറ്റ് കട്ട് വർക്ക്, എല്ലാ പാറ്റേൺസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൂടുതൽ ഡിമാൻഡ് വന്ന കുറച്ച് കളക്ഷൻസിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നെറ്റ് കട്ട് വർക്കിൽ വരുന്ന കോട്ട മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ്. ഗ്രീൻ കളർ, നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ ഒരു ഷെയ്ഡിനായിരുന്നു അന്ന്. അപ്പോൾ അത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി നമുക്ക് ഇപ്പോൾ തന്നെ ഡിസ്പാച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ആൾക്കാരോട് നേരത്തെ വന്നപ്പോൾ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ റീസ്റ്റോക്ക് ആയിട്ട്. നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് വേണം എന്ന് പറഞ്ഞവരോടൊക്കെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഒത്തിരി പീസിന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ലിമിറ്റഡ് പീസസ് മാത്രമേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിന്റെ പീച്ചും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റീസ്റ്റോക്ക് ചോദിച്ച് കസ്റ്റമേഴ്സിന് കാണിച്ചപ്പോൾ തന്നെ നമുക്കത് സോൾഡ് ഔട്ട് ആയി പോയി. വീഡിയോയിൽ കാണിക്കാൻ നമ്മുടെ കയ്യിൽ ആ കളക്ഷൻ ഇരിപ്പില്ല. ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രീൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ഇപ്രാവശ്യം ലൈറ്റ് പീച്ച് കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെയിം പാറ്റേൺ. ഇപ്പം നമുക്ക് ഇനി ഇതിന്റെ കളേഴ്സ് വരും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ട് ഈ ഒരു ഗ്രീൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബോർഡർ ഫുള്ളും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പല്ലു പോർഷനിൽ ഇതുപോലത്തെ ഫ്ലവർ ഡിസൈൻസ് ഉണ്ട്. ഫുൾ ബോഡി പോർഷനിലും സ്കാറ്റർ ചെയ്ത ആ ഒരു ഫ്ലവർ ഡിസൈൻസ് വരുന്നുണ്ട് ഈ ഒരു സാരിയുടെ. ഇതുപോലെ ഫുൾ ബോഡി പോർഷനിലും ആൻഡ് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബ്ലൗസിന്റെ പോർഷനിലും, ബ്ലൗസ് വരുമ്പോൾ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ബ്ലൗസിന്റെ രണ്ട് സ്ലീവിലും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് സാരി വരുന്ന ഡിസൈൻ വരുന്നുണ്ട്. ഈ സാരി ഞാൻ വീണ്ടും ഒത്തിരി ഓപ്പൺ ആയിട്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാവർക്കും ഞാൻ വീഡിയോസിൽ ഒത്തിരി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു എന്നൊരു പരാതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു സാരി കാണിച്ച വീഡിയോ പിന്നെ അത് ലിങ്ക് ചെയ്തേക്കാം. കൂടുതലായിട്ട് ഈ സാരിയെ ഫുൾ ഓപ്പൺ വീഡിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ കാണണമെന്നുള്ളവർ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി. സെക്കൻഡ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു നെറ്റ് കട്ട് വർക്ക് സാരി തന്നെയാണ്. പ്യൂർ വൈറ്റിൽ നെറ്റ് കട്ട് വർക്ക് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് നമുക്ക് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു. ഒരു ടെമ്പിൾ പാറ്റേണിൽ ബോർഡറിൽ കൂടെ ഫുള്ളും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് വന്നിട്ട് അതിന്റെ പുറത്തൂടെ ആപ്ലിക് വർക്ക് വരുന്ന ഒരു സാരിയാണ്. നെറ്റ് കട്ട് വർക്കിന്റെ പുറത്ത് ഈ ഒരു കോട്ട ഫാബ്രിക്കിന്റെ സാരി ഇതുപോലെ ഒരു ലീഫ് പാറ്റേൺ ആപ്ലിക് വർക്ക് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന് ഫുൾ വൺ സൈഡ് ഫുൾ ബോർഡറിലും ഈ ഒരു ടെമ്പിൾ ഡിസൈനിൽ ഇത് കണ്ടോ, ഈ ഒരു ടെമ്പിൾ ഡിസൈനിൽ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ മറ്റേ എൻഡിൽ വരുമ്പോൾ ഇതുപോലെ സ്കാലപ്പ് ഫിനിഷിലാണ് ഈ ഒരു ബോർഡർ വരുന്നത്. അതായത് നമ്മൾ ഉള്ളിൽ വരുന്ന ചെസ്റ്റ് പോർഷനിലൊക്കെ ഉള്ളിൽ വരുന്ന ബോർഡർ വരുന്നത് ഈ ഒരു സ്കാലപ്പിലും ബോട്ടം പോർഷനിലും ജസ്റ്റ് കുത്തി കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന ബോർഡറും ഒക്കെ വരുന്നത് ഇതുപോലെ ടെമ്പിൾ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയിലും ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇതിന്റെ ബോഡി പോർഷനിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിന്റെ സ്ലീവിലും ഈ ഒരു പാറ്റേൺ വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു സാരിയും വരുന്നത്. ഇതും നമുക്ക് ചന്തേരി മിക്സിലാണ് ബ്ലൗസ് ഫാബ്രിക് വരുന്നത്. സാരി മാത്രം ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ വരുന്നത്. ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കോട്ടൺ ഒക്കെ മെറ്റീരിയൽ വരുന്ന പോലെ അത്രയും പ്യൂർ വൈറ്റ് അല്ല, പക്ഷെ നല്ല വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ഭയങ്കര ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ബ്രൈറ്റ് വൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു കോട്ടയിൽ വരുന്ന ഒരു നോർമൽ ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഞാൻ സാരിയുടെ റേറ്റ് പറയാനായിട്ട് മറന്നുപോയി. നമ്മൾ മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ആ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീൻ സാരിയുടെ പ്രൈസ് വരുന്നത് 2879 ആണ്, 2879. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3079 ആണ്, 3079 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് വരുന്ന സാരിയാണ്. ഇതാണ് സാരി. ഇതിന് 2-3 കളേഴ്സ് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഗ്രീനും പിങ്കും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പം സ്റ്റോക്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ഫ്ലവർ പാറ്റേൺ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സാരി ഡിസ്പ്ലേ കാണിച്ച സമയത്ത് നമുക്ക് പീച്ച് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഉണ്ടായിരുന്നു. നമുക്ക് റീസ്റ്റോക്ക് വന്നപ്പം ബ്ലൂവും പിങ്കും അതുപോലെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡും വന്നത് ഈ ഫ്ലവർ പാറ്റേണിലാണ്. അപ്പം അതിന്റെ ഈ ബ്ലൂ ഷെയ്ഡ് മാത്രം നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റീസ്റ്റോക്ക് ചോദിക്കുന്ന സമയത്തും അതുപോലെ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോസ് വീണ്ടും റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒത്തിരി ആൾക്കാരും കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ചേഞ്ചിൽ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞ രീതിയിൽ അത് വിറ്റ് പോയതാണ് ആ സാരീസ് എല്ലാം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഡിസ്പ്ലേക്ക് അവൈലബിൾ അല്ലാത്തത്. അപ്പം ഇത് ഞാൻ ഫുൾ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിന്റെ പല്ലു പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പല്ലു പോർഷനിൽ ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരും. അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും
സ്കാറ്റർ ചെയ്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് വരുന്നത്. ഇതുപോലത്തെ ഈ ചെറിയ ഫ്ലവർ പാറ്റേൺ സ്കാറ്റർ ചെയ്തിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ 2 സ്ലീവിലും ഇതേ ഫ്ലവർ പാറ്റേൺ വരുന്ന പോലെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. റണ്ണിങ് മെറ്റീരിയൽ തന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. മറ്റേതൊക്കെ റണ്ണിങ് ഫാബ്രിക് ആയിട്ടാണ് വരുന്നതെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് മെറ്റീരിയലിന്. ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ബ്ലൗസും വരുന്നത്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 2499 ആണ്. 2499 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം. ഓരോ സാരീസും കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോയുടെ മുകളിൽ വീഡിയോ പിൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നോക്കണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ വരുന്നത് ഈ കോട്ട ഫാബ്രിക്കിലുള്ള സാരിയാണ്. ഇത് നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ളതാണ്. ഇതിന് 2 ഡിസൈൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം കാണിച്ചൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ നമുക്ക് റീസ്റ്റോക്ക് വന്നത് റീസ്റ്റോക്കും ഫുൾ സോൾഡ് ഔട്ട് ആയി. നമുക്ക് ഈ ഒരു ഡിസൈനിന്റെ 2 ഷെയ്ഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ഡിസൈനും ഫുൾ കളേഴ്സ് റീസ്റ്റോക്ക് വന്നതായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇതിന്റെ ബാക്കി ഷെയ്ഡ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയി. ഒത്തിരി സമയമൊന്നും ആയില്ല, 1 വീക്കേ ആയുള്ളൂ. മറ്റ് വീഡിയോസ് ഒക്കെ റണ്ണിങ് ആയിരുന്നത് കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ ഈ ഒരു ഡിസൈനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ലൈൻസും അതിനകത്ത് ലീഫ് പാറ്റേണും വരുന്ന പോലെ ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്നതാണ്. നമ്മുടെ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ടിട്ട് എംബ്രോയിഡറി വരും. ബോട്ടം പോർഷനിൽ വരുന്ന സമയത്ത് അതിന്റെ ഹാഫ് പോർഷനിലാണ് എംബ്രോയിഡറി വരുന്നത്. ഒരു ചെസ്റ്റ് പോർഷന് മുമ്പ് തൊട്ട് ഇതിന്റെ ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്നത് പോലെ ഹെൻ പോർഷൻ ടാസിൽസ് വരുന്നത് പോലെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ ഇത് വെച്ച് കാണിക്കാവോ, സിംഗിൾ ലെയർ കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. എന്നാൽ ട്രാൻസ്പെറൻസി ഇങ്ങനെയാണ്. ഞാൻ വീണ്ടും സാരി ഉടയ്ക്കുന്നില്ല. ഓൾറെഡി ആ വീഡിയോ ചെക്ക് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട്. ഇതിന്റെ സാരിയുടെ പ്രൈസ് വരുന്നത് 2659 ആണ്. 2659. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് ഇതും ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഷെയ്ഡാണിത്. ഇത് ഒത്തിരി നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നത്, ഒത്തിരി സെയിൽ ആയതുമായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ പാറ്റേൺസ് എല്ലാം നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ള പാറ്റേൺ ആയിരുന്നു. നമ്മുടെ ഈസ്റ്ററിന്റെ സ്പെഷ്യൽ കളക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കളക്ഷൻസ് ആണ് ഇത് മൊത്തം. ഇത് നല്ല നമുക്ക് ഈസ്റ്ററിന് ഈ പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ സാരീസും നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ടൊക്കെ ഓർഡർ കൊടുത്തിരിക്കുന്ന സാരീസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്നതായിരിക്കും. അതുമൊക്കെ നല്ല മൂവിങ് ആയിരുന്നു. അപ്പം ഇന്ന് ഇത്രയും സാരീസ് നമുക്ക് ഇപ്പൊ സ്റ്റോക്കിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. ഇത് സെയിം റേറ്റ് ആണ് ഇതിന് വരുന്നത്. 2659 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. കോട്ട ഫാബ്രിക് ആണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന, നല്ല ഈ പറഞ്ഞ പോലെ എല്ലാ ക്ലൈമറ്റിനും ഒക്കെ പറ്റുന്ന, അധികം ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു ഫാബ്രിക് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോയിൽ കാണിച്ചിരുന്ന ബ്രൈറ്റ് കളർ കോമ്പിനേഷന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു. ചന്തേരി ഫാബ്രിക്കിൽ സെറി വീവിങ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ സാരീസ്. ഈ സാരീസിന് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് ആയിരുന്നു. ഇപ്പം നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് നമുക്ക് ഈ ബ്രൈറ്റ് ഷെയ്ഡ്സ് മൂവിങ് ആവുമോ എന്നൊക്കെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റോക്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറീസ് വരികയും നല്ലതായിട്ട് മൂവിങ് ആയിട്ട് തന്നെ പോയൊരു മെറ്റീരിയലാണ്. കിട്ടിയവരൊക്കെ ആണെങ്കിൽ നല്ല അഭിപ്രായമാണ് ഈ ഒരു സാരിയെ കുറിച്ച് പറഞ്ഞത്. നല്ലൊരു ഫംഗ്ഷനൊക്കെ നന്നായിട്ട് ഇടാനും പറ്റും. അതുപോലെ വലിയ റേറ്റ് ഇല്ലാതെ ഈ ഒരു സാരി കണ്ടാൽ അത്യാവശ്യം നല്ല റിച്ച് ലുക്കുമാണ്. നമ്മൾ ആ കൊടുക്കുന്ന പ്രൈസിനേക്കാളും വർത്ത് തോന്നുന്നൊരു സാരിയാണെന്ന് വാങ്ങിച്ച ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ 2 ഷെയ്ഡ്സ് നമുക്കിപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതിനകത്തൊരു ഒരു സ്ക്വയർ പാറ്റേണിനായിരുന്നു ഇതിന്റെ ഡിസൈൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു സിക്സാക് പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ ബോഡി പോർഷൻ ഫുള്ളും ഇങ്ങനെ തന്നെയാണ്. ബോർഡർ ഇല്ല, ബോർഡർലെസ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. എന്നിട്ട് പല്ലു പോർഷൻ വരുമ്പോഴത്തേനും ഇതുപോലെ ഫുൾ ഇങ്ങനെ ഡിസൈൻ വരുന്നത് പോലെയാണ് ഇതിന്റെ പല്ലു വരുന്നത്. ഇതിന്റെ ബ്ലൗസ് ആണെങ്കിലും ഫുൾ വർക്ക് വരുന്ന ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പാറ്റേൺ വരുന്നത്. ഇതുപോലെ ഫുൾ വർക്ക് വരുന്ന ഒരു പാറ്റേൺ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതിന്റെ ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ്. നല്ല ഈ നമുക്ക് മറ്റേ ഡിസൈനിലൊക്കെ ആണെങ്കിലും ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ഗ്രേപ്പ് ഷെയ്ഡ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡും അതുപോലെ എല്ലാ കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഒക്കെ ഉടുത്താൽ ചേരുന്ന ഷെയ്ഡും ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഒത്തിരി മൂവിങ് ആയിരുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡും നമുക്ക് വന്നിട്ടുണ്ട്. ഈ 2 ഷെയ്ഡ് മാത്രമേ റീസ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ഡിമാൻഡ് കൂടിയ 2 ഷെയ്ഡ്സാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത്. ബ്ലാക്കും നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഷെയ്ഡായിരുന്നു. പക്ഷേ ബ്ലാക്ക് നമുക്ക് റീസ്റ്റോക്ക് അവൈലബിൾ ആയില്ല. നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത് ഈ 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയത്. മീൻസ് ഏറ്റവും ഡിമാൻഡ് കൂടിയത് സെയിം ഡിസൈൻ തന്നെയാണ്. ബോട്ടിൽ ഗ്രീൻ കളറാണ്. ബോട്ടിൽ ഗ്രീനും ഈ വൈൻ കളറും ബ്ലാക്ക് കളറും എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ആണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഉടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ കളേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഡ്സിനാണ് നമുക്ക് കൂടുതലും ഡിമാൻഡ് വന്നത്. ഈ സാരീസിന്റെ പ്രൈസ് വരുന്നത് 2149 ആണ്. 2149 റുപ്പീസ് ആണ് ഈ സാരീസിന്റെ റേറ്റ് വരുന്നത്. പക്ഷെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ അതിനേക്കാളും ഒക്കെ ഒരു
വർത്ത് തോന്നുന്നത്. അതുപോലെ ഈ ഫുൾ ബോഡി ഇത്രയും ചെറിയ വീവും ഇത്രയും റിച്ച് ആയിട്ടുള്ള ബ്ലൗസും പല്ലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോൾ നമുക്ക് അതിനേക്കാൾ ഒരു വിലയൊക്കെ തോന്നുന്ന പോലത്തെ സാരീസ് ആണ്. എക്സ്പെഷ്യലി നമുക്കൊരു കല്യാണത്തിന് ഒരു ഫംഗ്ഷനോ ഒക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഡേ ഫംഗ്ഷൻ ആണെങ്കിലും നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സും ആണ്. അപ്പൊ ഇത്രയും സാരീസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി പല ടൈപ്പുള്ള മെറ്റീരിയൽസും വർക്കും ഡിസൈൻസും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത്, പുതിയ ഫ്രഷ് സ്റ്റോക്ക് അല്ല. ഫ്രഷ് സ്റ്റോക്കിന്റെ വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ച സാരീസിന്റെ റീസ്റ്റോക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നത്. വീണ്ടും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് നേരത്തെ റീസ്റ്റോക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.